ഹായ് ഹലോ, ഇന്ന് 9ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ വെയിറ്റിംഗ് ഫോർ റെയിൻ എന്ന് പറയുന്ന പാഠഭാഗത്തിലെ ആക്ടിവിറ്റീസ് ഡിസ്കസ് ചെയ്യാനാണ് നമ്മളുടെ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ആക്ടിവിറ്റി നോക്കാം. യുവർ സോഷ്യൽ മീഡിയ ഫ്രണ്ട് ഹു ഈസ് ആൻ ഓസ്ട്രേലിയൻ കംസ് അക്രോസ് ദ ആർട്ടിക്കിൾ വെയിറ്റിംഗ് ഫോർ റെയിൻ written by Anida Nair. He sends you an email expressing his wish to visit Kerala during the forthcoming monsoon season. Draft your reply to the email. അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ സോഷ്യൽ മീഡിയ ഫ്രണ്ടിനെ എന്താണ് ഓസ്ട്രേലിയയിലുള്ള ആർട്ടിക്കിൾ വെയിറ്റിംഗ് ഫോർ റെയിൻ റിട്ടൺ ബൈ അനിത നായർ അല്ലേ? ഓസ്ട്രേലിയക്കാരനായ നിങ്ങളുടെ സോഷ്യൽ മീഡിയ സുഹൃത്ത് അനിത നായർ എഴുതിയ മഴക്കാലമായിട്ടുള്ള കാത്തിരിപ്പുണ്ടല്ലോ, വെയിറ്റിംഗ് ഫോർ ദ റെയിൻ എന്ന ലേഖനം കാണുകയാണ് അല്ലേ. വരാനിരിക്കുന്ന മൺസൂൺ സീസണിൽ കേരളം സന്ദർശിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ച് അദ്ദേഹം നിങ്ങൾക്ക് ഒരു ഇമെയിൽ അയക്കുന്നുണ്ട്. ഈ ഇമെയിലിന് നിങ്ങളോട് മറുപടി ഡ്രാഫ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ അയക്കാം നോക്കാം. അപ്പോൾ ഇമെയിൽ അല്ലേ, ഇന്നത്തെ കാലത്ത് ഇമെയിലാണ്, പണ്ടത്തെ പോലെ ലെറ്ററും ഇതൊന്നും അല്ലല്ലോ. അപ്പോൾ ഇമെയിൽ എഴുതേണ്ട ഫോമൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ ടൂവും ഫ്രമും ഒക്കെ വേണം, പിന്നെ സബ്ജക്റ്റ് വേണം അല്ലേ, എന്നിട്ട് വേണം നമ്മൾ എഴുതാൻ. അപ്പോൾ എങ്ങനെ എഴുതാം? sender@gmail.com, receiver@gmail.com, visit to Kerala during the monsoon, അതാണ് സബ്ജക്റ്റായിട്ട് വരുന്നത്. I'm so glad to hear that Anida Nayar's Waiting for Rain inspired you. Visiting Kerala during the monsoon will be an incredible experience for you. The rains bring everything to life. The rivers, ponds and fields overflows with clear water. The air is fresh and fine and you will feel refreshed and rejuvenated. It's the perfect time to enjoy the beauty of nature and local culture. Just remember to pack some rainwear and be ready to some unforgettable moments in your life. I'm sure I will love and enjoy the monsoon as much as we do here. Looking forward to meeting you soon. അല്ലേ, ബെസ്റ്റ് റിഗാർഡ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മറുപടി ആയിട്ട് ആ ഒരു എഴുതിയതിന് അല്ലേ മറുപടി ആയിട്ട് അയക്കുകയാണ്. ആക്ടിവിറ്റി 2 എന്താണ്? ആസ് ദ എഡിറ്റർ ഓഫ് യുവർ സ്കൂൾ മാഗസീൻ യു പ്ലാൻ ടു ഇൻ്റർവ്യൂ അനിത നായർ. ഡ്രാഫ്റ്റ് എ ടെലിഫോൺ കോൺവെർസേഷൻ സീക്കിംഗ് ഹർ കോൺസെൻറ്റ് ഫോർ എ പേഴ്സണൽ ഇൻ്റർവ്യൂ അല്ലേ. നിങ്ങൾ സ്കൂൾ മാഗസീൻക്ക് ഒരു ഇൻ്റർവ്യൂ പ്ലാൻ ചെയ്തിട്ട് അനിത നായരുമായിട്ടുള്ളൊരു ടെലിഫോൺ കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹലോ, ഇറ്റ് ഈസ് മിസ്സസ് അനിത നായർ. അനിത നായർ, യെസ്, ഐ എം അനിത. ഹു ഈസ് കോളിംഗ്? Hi, Mr. Anida. My name is Rani and I am the editor of our school magazine. I hope I am not disturbing you. Anida, not at all. How can I help you, Rani? Thank you. I am calling to request a personal interview with you for our magazine. We had loved to talk to you about your writing, especially your experiences and thoughts on your village life during the monsoon season. And then that sounds interesting. When are you thinking of doing the interview? We can do it at your convenience. Any date or time that's suitable to you would be great. And then all right, let me check my schedule and get back to you. That would be wonderful. Thank you so much for considering it. We are really looking എന്ന് പറഞ്ഞിട്ട് ആ കോൺവെർസേഷന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ അടുത്ത ആക്ടിവിറ്റി 3 ആണ്. ലഷ് ഗ്രീൻ ലാൻഡ്സ്കേപ്പ്, ക്രിസ്റ്റൽ ക്ലിയർ ബീച്ചസ് ആൻഡ് ദ ഹെവി മൺസൂൺ മെയ്ഡ് കേരള ഗോഡ്സ് ഓൺ കൺട്രി. However, all these seem to be in a danger of extinction. Prepare a speech on the need to protect nature and present in the class. അല്ലേ, എന്താണ് നമ്മൾ നാച്ചുറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു സബ്ജക്റ്റ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സ്പീച്ച് പ്രിപ്പയർ ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അല്ലേ. എന്താണ്? സ്പീച്ച് ഓഫ് ദ നീഡ് ടു പ്രൊട്ടക്റ്റ് നാച്ചർ ആൻഡ് പ്രസൻറ്റ് അല്ലേ. എങ്ങനെ നമുക്ക് തയ്യാറാക്കാം? റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് ഡിയർ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. I am extremely delighted and feel honored that I got an opportunity to speak to you about something very important, the need to protect nature. We all know that Kerala is known as God's own country, with its lush green landscape, beautiful beaches and refreshing monsoons. But sadly, these natural treasures are now under threat. Recent districts like
the landslide in Wayanad have shown as the harsh reality. Hundreds of lives lost and homes, a school and businesses were destroyed. Many of these tragedies are not just a natural disaster but all caused by human activities like insufficient mining, cutting down trees and constructing huge concrete monasteries in ecologically fragile area. അല്ല ഇങ്ങനെയൊക്കെ നമുക്ക് ആ ഒരു പ്രസംഗത്തിൽ സ്പീച്ചിൽ ഉൾപ്പെടുത്താം അല്ലേ. എന്താണ് നമ്മളെ വയനാട്ടിൽ നടന്ന ദുരന്തം ഉൾപ്പെടുത്താം. അതെന്തുകൊണ്ടാണ് വന്നത്? അത് എന്താണ് നാച്ചറിൻ്റെ മാത്രം പ്രശ്നം. നാച്ചറിനെ നമ്മൾ നശിപ്പിക്കുന്നത് മൂലം നമ്മൾ അനുഭവിച്ച അതാണ് അല്ലേ. If we don't cut now to prevent harming nature and destroying environment, our beautiful Kerala could soon become barren. We must be thoughtful and more responsible. Protecting nature means planting trees, preserving water resources, stopping illegal constructions, and caring for our environment. Let me conclude my words reminding both you and me. If we take care of nature, it will take care of us. If we don't, it will retaliate. Thank you. അല്ലേ, നമ്മൾ അതിനെതിരെ നമ്മൾ നാച്ചർ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ മരങ്ങൾ നട്ടിട്ടും വാട്ടർ റിസോഴ്സസ് എന്താണ് നശിപ്പിക്കാതിരുന്നിട്ടും ഇല്ലീഗലായിട്ടുള്ള കൺസ്ട്രക്ഷൻ സ്റ്റോപ്പ് ചെയ്തിട്ടും എന്താണ് നമ്മളെ എൻവയോൺമെൻറ്റ് കെയർ ചെയ്താലൊക്കെ നമുക്കിതിൽ നിന്നും രക്ഷ നേടാൻ കഴിയും എന്നൊക്കെയുള്ള സന്ദേശം ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്പീച്ച് നിങ്ങൾക്ക് തയ്യാറാക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയുള്ള പോയിൻറ്റ്സൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. സ്പീച്ച് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അഭിസംബോധന വേണം, ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ വേണം, എന്നിട്ട് പിന്നെ സബ്ജക്റ്റ് വേണം, പിന്നെ അതിനൊരു വേണം ഒരു സബ്ജക്റ്റിനായിട്ടുള്ള ഒരു മാർഗം അല്ലേ, പിന്നെ അത് കഴിഞ്ഞിട്ട് കൺക്ലൂഷൻ വേണം അല്ലേ. ഓരോ ഡിസ്കോഴ്സസും നമ്മൾ എഴുതാൻ വിചാരിക്കുമ്പോൾ അതിനുള്ള ഒരു ഫോർമാറ്റ് ഉണ്ട്, അതൊക്കെ മനസ്സിലാക്കി വെക്കണം കേട്ടോ. നാലാമത്തത്, കളക്ട് ദ ഫ്യൂ ഇൻസ്പയറിംഗ് ട്രാവൽ കോഡ്സ് ഫ്രം ട്രാവൽ മാഗസീൻസ് ആൻഡ് ബ്ലോഗ്സ്. ചൂസ് ഫോട്ടോസ് ഓഫ് യുവർ ഓൺ ട്രാവൽ എക്സ്പീരിയൻസ് ആൻഡ് പ്രൊവൈഡ് സ്യൂട്ടബിൾ ക്യാപ്ഷൻ ടു ദം യൂസിങ് ദ കോഡ്സ്. അപ്പോൾ ട്രാവൽ കോഡ്സ്, നിങ്ങൾക്ക് ഇൻസ്പയർ ആയിട്ടുള്ള ട്രാവൽ കോഡ്സ് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നൗ കമ്പൈൽ the travel codes and photos to make travel portfolio for publication in the online magazines of your school. അല്ലേ, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് കോഡ്സൊക്കെ കാണാറുണ്ട് അല്ലേ, നല്ല മനോഹരമായിട്ടുള്ള പിക്ചേഴ്സൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട്. അങ്ങനെയുള്ള ഒരു പോർട്ട്ഫോളിയോ പബ്ലിക്കേഷൻസിന് അല്ലേ, ഓൺലൈൻ മാഗസീൻസിന് വേണ്ട ഒരു ട്രാവൽ കോഡ്സ് കണ്ടെത്താനാണ്, കുറച്ച് ട്രാവൽ കോഡ്സ് കണ്ടെത്താനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അല്ലേ. എങ്ങനെ നമുക്ക് ട്രാവൽ കോഡ്സ് കണ്ടെത്താം? അതുപോലെ തന്നെ ആക്ടിവിറ്റി 5 ഷാൽ വി മേക്ക് എ വീഡിയോ ഡോക്യുമെൻ്ററി ഓഫ് 4 to 5 minutes പിക്ചേഴ്സിങ് വൺ ഓഫ് യുവർ ഓൺ ട്രാവൽ എക്സ്പീരിയൻസ്. നിങ്ങൾ സ്വന്തം യാത്രാനുഭവം വെച്ചിട്ട് ഒരു വീഡിയോ ഡോക്യുമെൻ്ററി തയ്യാറാക്കാൻ പറയുന്നുണ്ട് അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കോഡ്സ് നോക്കാം. ദ വേൾഡ് ഈസ് എ ബുക്ക് ആൻഡ് ദോസ് ഹു ഡു നോട്ട് ട്രാവൽ റീഡ് ഓൺലി 1 page. അല്ലേ, ദ വേൾഡ് ഈസ് എ ബുക്ക് ആൻഡ് ദോസ് ഹു ഡു നോട്ട് ട്രാവൽ റീഡ് ഓൺലി 1 page. Live life with no excuse. Travel with no regret. Traveling, it leaves you speechless, then turns you into a storyteller. Man cannot discover new oceans unless he has the courage to lose sight of the shore. Better to see something once than hear about it 1,000 times. അല്ലേ, ഇത്രയും കോഡ്സ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇങ്ങനെയുള്ള കോഡ്സൊക്കെ കാണുമ്പോൾ നിങ്ങൾ കുറിച്ച് വെക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 5ാമത്തെ ആക്ടിവിറ്റി, നിങ്ങൾ സ്വന്തമായിട്ട് പിക്ചറൊക്കെ കണ്ടെത്തിയിട്ട് ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കുക കേട്ടോ. ഇത്രയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഈ ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട്, അത് മുഴുവനായിട്ട് കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വേണ്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, അതിന് എന്തൊക്കെ മാറ്റങ്ങൾ വേണം
അതെല്ലാം ഉൾപ്പെടുത്തുക നിങ്ങളെ കമൻറ്റിലൂടെ. അപ്പോൾ പോരായ്മകൾ ഉണ്ടാകും വീഡിയോയിൽ, അപ്പോൾ ക്ഷമിക്കുക. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ പറയുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഓൾ ദ ബെസ്റ്റ്.